തപാൽ ബാലറ്റുകൾ പൊട്ടിച്ച് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻ മന്ത്രി ജി സുധാകരനെതിരെ കേസെടുത്ത പോലീസ് നടപടികളിലേക്ക് കടക്കും. ആലപ്പുഴ സൗത്ത് പോലീസാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസെടുത്തത്. ബൂത്ത് പിടിച്ചെടുത്തത് മുതൽ വ്യാജരേഖ ചമച്ചത് വരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ ഉള്ളത്. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്നുള്ള വിവാദ പ്രസംഗമായിരുന്നു മുൻ മന്ത്രി ജി സുധാകരൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. LDF സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്നാണ് ജി സുധാകരൻ പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നത്. 36 വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച് KV ദേവദാസിനെയാണ് കൃത്രിമം നടത്തിയത് എന്നും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ല എന്നും സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് ജി സുധാകരന്റെ വിവാദ പ്രസംഗം. എന്നാൽ തപാൽ വോട്ടിൽ കൃത്രിമം നടത്തിയെന്ന വിവാദ പ്രസ്താവന പിന്നീട് അദ്ദേഹം തിരുത്തുകയായിരുന്നു. താൻ പൊതുവെ പറഞ്ഞ കാര്യമാണ് അത് എന്നും ഒരു തവണ പോലും ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല എന്നും ജി സുധാകരൻ പറയുകയാണ്. CPIയുടെ കടക്കരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കുടുംബ സംഗമത്തിലാണ് ജി സുധാകരൻ വിവാദ പ്രസ്താവന തിരുത്തിയത്. പറഞ്ഞതിൽ അല്പം ഭാവന കൂട്ടി പറഞ്ഞതാണ് എന്നും ഒരിക്കലും കള്ളവോട്ട് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുകയാണ്. തപാൽ വോട്ട് തിരുത്തിയെന്നത് ജി സുധാകരൻ പറഞ്ഞത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നും CPMന്റെ അറിവോടെയാണ് ഇത് നടക്കുന്നത് എന്നും ആലപ്പുഴയിൽ മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പ്രതികരിച്ചിരിക്കുകയാണ്. DCCയിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷം കൽപ്പറ്റയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഭംഗി സ്വന്തം വോട്ട് സ്വന്തം നിലയിൽ ചെയ്യുമ്പോഴാണ്. CPM ആൾമാറാട്ടത്തിലൂടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് പലപ്പോഴായി തെളിഞ്ഞ കാര്യങ്ങളാണ്. ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഇത് കളങ്കമാണ്. ജി സുധാകരന്റെ ഈ വെളിപ്പെടുത്തലിലൂടെ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് എന്നും സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ ഇതിനകം തന്നെ കോൺഗ്രസ് ഒട്ടേറെ സമര നിയമ പോരാട്ടങ്ങൾ നടത്തിയതാണ്. അതിനെല്ലാം ബലം നൽകുന്നതാണ് വൈകിയാണെങ്കിലും ജി സുധാകരൻ നടത്തിയ വെളിപ്പെടുത്തലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു. KPCC പ്രസിഡന്റായ ശേഷം ആദ്യമായി ജില്ലയിലെത്തിയ സണ്ണി ജോസഫ് MLAക്ക് ആവേശോജ്വല സ്വീകരണമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഏലം കൊണ്ടുള്ള ഹാരമണിയിച്ചാണ് DCCയിൽ പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. യോഗത്തിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അധ്യക്ഷനായിരുന്നു. പ്രധാന നേതാക്കൾ എല്ലാവരും പങ്കെടുത്തു.